അല്ല, ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ച് ഒരു 64 സബ്സ്ക്രൈബേഴ്സിൽ റൺ ചെയ്ത് തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് ചാനൽ തന്നെ കുറച്ച് സ്ലോ ആയിരുന്നു. കാരണം ആ സമയത്ത് യൂട്യൂബിനെക്കാട്ടിയും കൂടുതൽ ഗ്രോ ചെയ്തിരുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ആയിരുന്നു. യൂട്യൂബ് ട്രെൻഡ് ആ സമയത്ത് വളരെ ചെറുതായിരുന്നു. നമ്മൾ പതുക്കെ ഈ തേരാപ്പാര എന്ന് പറയുന്ന ടൈറ്റിലേക്ക് വന്നപ്പോഴാണ് യൂട്യൂബിലേക്ക് പതുക്കെ ട്രാഫിക് വന്നു തുടങ്ങിയത്. അത് ഗ്രോ ചെയ്ത് ട്രെൻഡിങ് ലിസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 10-12 എപ്പിസോഡ് ആയപ്പോൾ ട്രെൻഡിങ് ലിസ്റ്റ് തന്നെ വന്നു തുടങ്ങിയത് ആൾക്കാരിലേക്ക്. മലയാളത്തിൽ ആ സമയത്ത് ഈ റെക്കമെൻഡഡ് വീഡിയോസായിട്ട് മലയാളം കണ്ടന്റ് വരുന്ന വളരെ കുറവായിരുന്നു. ബിക്കോസ് ഇപ്പം ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് റെക്കമെൻഡഡ് വീഡിയോസ് വരാനുള്ള ഓപ്ഷൻസും കൂടുതൽ. പക്ഷെ ആ സമയത്ത് ഒന്നുമില്ല. ഇപ്പോൾ മലയാളത്തിലേക്ക് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വ്ളോഗ്സ് എന്നൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, അതും നോൺ ഫിക്ഷണൽ കോണ്ടന്റ്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് അൽഗോരിതം മാറി തുടങ്ങി, ഫേവറബിളായി വേറെ ആൾക്കാർ കണ്ടന്റ് ചെയ്തു തുടങ്ങി. അപ്പം അവരുടെയും വീഡിയോസിൽ നമ്മുടെ സജഷൻസ് വന്നു തുടങ്ങി. പിന്നെ അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നു ആ തേരാപ്പാരയായിരുന്നു ആക്ച്വലി ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് വന്നത്, യൂട്യൂബിൽ ഗ്രോ ചെയ്ത് പറയാം. അന്നത്തെ സമയത്ത് എനിക്ക് ഈ ഗ്രോത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് വിത്തിൻ 1 ഇയർ വി ക്രോസ് 1 മില്യൺ. അപ്പം അന്നത്തെ സമയത്ത് യൂട്യൂബിൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് തിങ്.